ചങ്ങായി പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ. ഇതൊരു റീൽസ് ആണെങ്കിലും ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് കേട്ടോ. കേൾക്കാം, നമുക്ക് കാണാം ഈ വീഡിയോ. ഹലോ, ഉമ്മ, ഞാൻ വീട്ടിലെത്താനായി. എന്തോമ്മ? ശമ്പളം കിട്ടിയാ? സാജിദാന്റെ ഫീസ് അടക്കാനായി, കടയിലെ പൈസ കൊടുത്തിട്ടില്ല, എന്റെ മരുന്നും തീർന്ന്, കറണ്ട് ബില്ലടക്കണോ? ശമ്പളം കിട്ടിയമ്മ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല. നമുക്ക് പഴയ പോലെ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. ഞാനിപ്പം ഭർത്താവിന്റെ വീട്ടിലല്ലേ ഉള്ളേ. ഉമ്മ സമാധാനിക്കേ, ഞാൻ നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാം. പക്ഷെ നാസർക്ക് അറിയാണ്ട് എങ്ങനെയാന്ന്. വീടാണെങ്കിൽ ഇക്കാന്റെ ഉമ്മയും ഉപ്പയും ഇല്ലേ. ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം എന്റെ വീട്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയാന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ഉമ്മ സമാധാനിക്കേ, ഞാൻ നാളെ അങ്ങോട്ട് വരാം, എന്നിട്ടെല്ലാം പറയാം. നേരം പോയി കുറച്ച്. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന അവസ്ഥയും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളല്ലേ. ഇത് ഉപ്പാന്റെ അടുത്ത് വെച്ചേ. ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, വല്ലാതൊരു മെസ്സേജ് കേട്ടാ. കാണുമ്പോ നീ കൊറേ നേരമായില്ലേ വന്നിട്ട് ഈ ചായ കുടിച്ച തഞ്ഞു പോവും. നീ എന്ത് പണിയാ എടുത്ത്? എനിക്ക് ശമ്പളം കിട്ടിയ പൈസ തേച്ചൊന്നിന് നീ എടുത്ത് ഉപ്പാന്റെ അടുത്ത് കൊടുത്തിനി. അത് പിന്നെ ഉപ്പല്ലേ ഇവിടുത്തെ കാരണോറ്. ഞാന് ഇവിടെ വന്നു കയറിയ മരുമോളല്ലേ. ഇവിടുത്തെ ചെലവും കാര്യങ്ങളല്ലേ ഉപ്പല്ലേ നോക്കുന്നത്. അന്നേരം പിന്നെ പൈസ ഞാൻ ഉപ്പാന്റെ അടുത്തല്ലേ കൊടുക്കണ്ടേ. ഓ, ഇത് നല്ല കഥ. ഉപ്പാന്റെ അടുത്ത് ആവശ്യത്തിനെല്ലാം പൈസ ഇല്ലേ? അത് നീ കൊടുക്കുമ്പോ മടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ. അത് എനക്ക് എന്റെ അടുത്ത് തിരിച്ചു തന്നിന് ഇന്റെ അടുത്ത് തരാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ നീ നടത്തണോന്ന് ഉപ്പ പറയുന്നുണ്ടേനു. അതെ മോളെ, അർഹത ഇല്ലാതെ ഒന്നും ഉപ്പ എടുക്കൂല. ഇനി മോളെ ശമ്പളം കിട്ടുന്നതന്നെ ഒരു പങ്ക് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കി നീ എന്നെ സൂക്ഷിച്ചോ. നിന്റെ വീട്ടുകാരെ നോക്കാൻ വേറെ ആരുള്ളേ? നിങ്ങളെ 2 പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ അവര് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടില്ലേ? അതിന്റെ കടം തന്നെ തീർന്നിട്ടുമില്ല. എന്റെ അനിയത്തിന്റെ പഠിപ്പാന്ന് കഴിഞ്ഞിട്ടുമില്ല. ഇനി ഇന്റെ പൈസ കൊണ്ട് തന്നെയല്ലേ അവരിതുവരെ ജീവിച്ചേ. ഇനിയും അങ്ങനെ ആയിക്കോട്ടെ. ഈ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാറ്. ഇന്റെ അനിയത്തിക്ക് ഒരു ജോലി കിട്ടുന്നവരെ ഇന്റെ ശമ്പളം അവർക്ക് തന്നെ കൊടുക്കും. ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള ഉപ്പാനും ഉമ്മാനും എനിക്ക് ഇനി വേറെ കിട്ടൂല. ഉമ്മ എന്റെ അമ്മായി അമ്മയല്ല, ഉമ്മ തന്നെയാണ്. എത്ര സുന്ദരമായൊരു മെസ്സേജില്ലേ. ഇങ്ങനെയുള്ള അമ്മായിയമ്മ ആൾക്കാർ ഇന്നുണ്ടാവുമോ? വളരെ ചുരുക്കമായിരിക്കും അല്ലേ. പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു മെസ്സേജ് ആണെന്ന് തോന്നി. അത് നിങ്ങളിലൂടെ പാസ്സാക്കി.